ഭരണവിരുദ്ധ വികാരത്തിന് അധികാരത്തിലെത്തിയ ലേബർ പാർട്ടി സർക്കാർ ജനങ്ങളുടെ പ്രതീക്ഷകൾക്കൊപ്പം ഉയർന്നു പ്രവർത്തിക്കാൻ സാധിച്ചോ എന്നൊരു കാര്യം ചിന്തിക്കേണ്ടതാണ്. 5 മാസം പിന്നിടുന്ന സർക്കാർ ജനപ്രീതിയിൽ അത്ര മുന്നിലല്ല എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും NHSലെ വെയിറ്റിംഗ് ലിസ്റ്റ് കുറയ്ക്കുകയും ദിനംപ്രതി കൂടി വരുന്ന കുടിയേറ്റത്തിന് പരിഹാരം കാണും തുടങ്ങിയ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് അധികാരത്തിലെത്തിയ കീർ സ്റ്റാർമർ മന്ത്രിസഭയിലേക്ക് പക്ഷേ പല മേഖലകളിലും ചുവട് പിഴയ്ക്കുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത്. പ്രധാനമന്ത്രി തന്റെ സർക്കാരിന്റെ കാലയളവിൽ നടപ്പിലാക്കാൻ ലക്ഷ്യം വെക്കുന്ന പ്രധാന നാഴികക്കല്ലുകൾ രാജ്യത്തിന് മുൻപാകെ അവതരിപ്പിച്ചു. ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച 6 സുപ്രധാന നാഴികക്കല്ലുകളിലും കുടിയേറ്റം കുറയ്ക്കുന്നത് ഉൾപ്പെട്ടിട്ടില്ല എന്നത് വളരെയധികം ശ്രദ്ധേയമായി മാറി. പ്രധാനമായും കുടിയേറ്റ വിരുദ്ധ വികാരം ഇളക്കി വിട്ടുകൊണ്ടാണ് ലേബർ പാർട്ടി ജനപിന്തുണ നേടിയെടുത്തത്. കുടിയേറ്റം കുറയ്ക്കുക എന്നത് പ്രധാന നാഴികക്കല്ലുകളിൽ ഉൾപ്പെടാത്തതിനെ കുറിച്ച് കടുത്ത വിമർശനം വരും ദിവസങ്ങളിൽ ഉയർന്നു വരുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. എന്നാൽ കുടിയേറ്റം കുറയ്ക്കുക എന്നത് തങ്ങളുടെ കടമയാണെന്നും അത് സർക്കാർ ചെയ്തിരിക്കുമെന്നുമാണ് ഇതിനോട് കീർ സ്റ്റാർമർ പ്രതികരിച്ചത്. പ്രധാനമായും ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക, 1.5 മില്യൺ വീടുകളും 150 പ്രധാന അടിസ്ഥാന സൗകര്യ പദ്ധതികളും നടപ്പിലാക്കുക, NHSലെ കാത്തിരിപ്പ് സമയം കുറയ്ക്കുക, 13,000 അധിക ഓഫീസർമാരെ നിയമിച്ച് പോലീസിനെ കൂടുതൽ സജ്ജമാക്കുക, കുട്ടികൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നൽകുന്നതിനുള്ള പദ്ധതികൾ തുടങ്ങിയവയാണ് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച സർക്കാരിന്റെ ലക്ഷ്യങ്ങൾ. തന്റെ ഭരണകാലാവധി തീരുന്നതിന് മുൻപ് 1.5 ലക്ഷം പുതിയ വീടുകൾ നിർമ്മിക്കാനുള്ള പദ്ധതി അതിമോഹമാണ് എങ്കിലും അത് നടപ്പിലാക്കാനുള്ള നിശ്ചയദാർഢ്യം സർക്കാരിനുണ്ട് എന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.